ഗൈസ്, എൻ്റെ ഹെയർ ഗ്രോത്തിന് ഒരുപാടധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് ഇന്നത്തത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെ യൂസ് ചെയ്യണം, അതുപോലെ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഹെയർ പാക്ക് മാത്രം കണ്ടിട്ട് കാര്യമില്ല, ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നും കൂടെ അറിഞ്ഞാലേ നിങ്ങൾക്കത് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾ എന്തായാലും നന്നായിട്ട് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര 7. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 2 ഇൻഗ്രീഡിയൻസ് മാത്രമുള്ളൊരു ഹെയർ പാക്കാണ്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല. അത് എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഒരുപാടൊന്നും പറയാൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ഹെയർ പാക്ക് പറഞ്ഞാലും അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരു മാസത്തോളമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഹെയർ പാക്ക് ആണ് ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുക. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ചെയ്തു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇത് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സെറമൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഹെയർ പാക്ക് പോലെ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് വെക്കുകയുള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, സ്റ്റോറിങ്ങും അതായത് പിന്നെ എത്ര ദിവസം ഉപയോഗിക്കണം, അതുപോലെയുള്ള ഡീറ്റെയിൽസൊക്കെ വീഡിയോയിലിടെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്ന ചെറുപയറാണ്. ഇത് ഞാനൊരു 5 സ്പൂണൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് എടുക്കുന്ന 5 സ്പൂൺ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം, ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇതിൻ്റെ അടുത്ത ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റായിട്ട് ആ വീഡിയോയുടെ ഡീറ്റെയിൽഡ് വീഡിയോ കൊടുക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കൊടുത്തിരിക്കും. ഫസ്റ്റ് നമ്മൾ ഈ ചെറുപയർ നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പുറത്തുനിന്ന് വരുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിനെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. വേറെ ഒന്നും ചേർക്കേണ്ട, ജസ്റ്റ് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് അമർത്തി തിരുവി അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് സോക്ക് ചെയ്യാൻ വെക്കാനുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഇതുപോലെ തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലായിരിക്കണം നമ്മളിത് വെള്ളം വെക്കേണ്ടത്. പിന്നെ ഫ്രിഡ്ജിൽ ഇത് സോക്ക് ചെയ്യാൻ വെക്കരുത്, പുറത്ത് തന്നെ വെച്ചിരിക്കണം. ഇപ്പം ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ രാത്രി സോക്ക് ചെയ്യാൻ വെച്ചിട്ട് രാവിലെ ആയ സമയത്ത് ഇത് മുളച്ച് ഇതുപോലെ പയർ ഏകദേശം മുളച്ച് വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് മുളപ്പിച്ച് വന്നിട്ടില്ല. ഇത്രയേ ഉള്ള ആവശ്യമുള്ളൂ. നമുക്ക് ഒരുപാട് മുളപ്പിച്ചിങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ രാത്രി നിങ്ങൾ സോക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് ഇത് ഇതുപോലെ മുളപ്പിച്ച് വന്ന് കിട്ടും. ഇത് അടച്ച് തന്നെ വെക്കണം, തുറന്ന് വെക്കാൻ പാടില്ല. അടച്ച് തന്നെ നല്ല അടച്ച് മൂടി വൃത്തിയായിട്ട് അടച്ച് അനക്കാതെ വെച്ചിരിക്കണം. ഇതിൽ ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഹെയർ പാക്കിനായതുകൊണ്ട് തന്നെ നമുക്ക് ഹെയറിൽ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യാനുള്ള, ഹെയറിലല്ല സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതിപ്പോൾ നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ മുളപ്പിച്ച പയറെന്ന് പറഞ്ഞാൽ. ഭയങ്കര അധികം ഹെൽത്തി, ഭയങ്കര ബെനിഫിറ്റുള്ള ഒരു സാധനമാണിത്. ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുണം കിട്ടും. പക്ഷേ എല്ലാവർക്കും ഉള്ളിൽ കഴിക്കുന്ന അത്ര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമല്ല, അത് ഭയങ്കര രുചികരമായിട്ടുള്ള സാധനമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇങ്ങനെ റോ ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. മിക്കവർക്കും ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അത് നമ്മൾ കുക്കറിലിട്ട് അവിച്ച് കഴിക്കില്ല. അങ്ങനെ കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ആയിട്ട് കഴിക്കുന്നതാണ്. അങ്ങനെ റോ ആയിട്ട് കഴിക്കാൻ ആഗ്രഹം ഇല്ലാത്തവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യും. ഇനി നമ്മൾ ചേർക്കുന്ന തൈരാണ്. തൈര് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പോവും വരും അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു ഹെയറാണ് എൻ്റെത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ തൈര് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് സ്കിപ്പ് ചെയ്തിട്ട് ഇത് മാത്രം മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉലുവയുടെ വെള്ളവും ഉലുവയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് തന്നെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തുക. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ആഴ്ചയിൽ 4-3 ദിവസം മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് ഓവറായിട്ട് ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പുള്ളവർ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ സ്കാൽപ്പിൽ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഒരു
ഒരു മിനിമം ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് അല്ലാത്തവരായിരുന്നാലും ശരി, നിങ്ങളൊരു കുറച്ച് ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്കാൽപ്പിൽ കുറച്ചും കൂടെ അത് പിടിക്കാനുള്ള ഒരു ടൈം അതിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യണം. ഷാമ്പൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഡെയിലി യൂസ് ചെയ്യുന്ന മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ്. ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങുന്നതായിരിക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നില്ല. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാലും പുറത്ത് താമസിക്കുന്ന, അല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടായിരിക്കും. നിങ്ങൾക്ക് താരനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ചെയ്ത് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.